കാട്ടാക്കട കട്ടക്കോട് സെൻറ് ആൻ്റണീസ് യു പി സ്കൂളിൽ കോൺഗ്രസും CPM-ഉം ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. സത്യൻ എന്ന വയോധികൻ്റെ വോട്ട് CDS വർക്കർ അനധികൃതമായി ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറുമകനോടൊപ്പം വന്ന സത്യനെ അകത്തേക്ക് കൊണ്ടുപോയി CDS വർക്കർ തൻ്റെ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് പരാതിയുള്ളത്. കോൺഗ്രസ് അനുഭാവിയായ ആളാണ് വോട്ട് ചെയ്യാനെത്തിയത്. CPM-ന് വോട്ട് നൽകിയെന്നാണ് ഇപ്പോൾ പരാതിയുള്ളത്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മാറ്റി വോട്ടിംഗ് തുടരണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ വോട്ടിംഗ് തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന വാദവുമായി CPM-ഉം രംഗത്തുണ്ട്. സംഭവത്തിൽ ഇപ്പോഴും വിവാദവും തർക്കവും തുടരുകയാണ്. വോട്ട് പ്രശ്നമുണ്ട്. ഇവിടെ സെൻറ് ആൻ്റണീസ് കട്ടക്കോട് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഇലക്ഷനിൽ 71-ാം നമ്പർ ബൂത്തിൽ നടന്ന ഒരു അതിക്രമമാണ്. അതിനകത്ത് വോട്ട് ചെയ്യാനായിട്ട് എത്തിയ 867-ാം നമ്പർ വോട്ടർ പട്ടികയിൽ 867-ാം നമ്പർ വോട്ട് ഉള്ള സത്യൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചെറുമകനുമായിട്ടാണ് വോട്ടിടാൻ വേണ്ടി വോട്ടിംഗ് സെൻറ്ററിനകത്തേക്ക് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കടന്നത്. എന്നാൽ വോട്ടിടുന്ന VVPAT ഇരിക്കുന്ന ആ ഭാഗത്ത് അദ്ദേഹം മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയും ചെറുമകനെ പുറത്തിറക്കി നിർത്തുകയും ചെയ്തിട്ട് അതുവരെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഞാനുണ്ട്, മറ്റ് 2 പോളിംഗ് ഇന്നേജൻറ്റുമാർ 3 പേര് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അടുത്ത ആൾക്കാരുടെ ക്രമ നമ്പർ പറയുന്ന സമയം കൊണ്ട് അദ്ദേഹം അവിടെ വോട്ടിംഗ് നടത്തുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഈ നമ്മുടെ ICDS അംഗൻവാടി വർക്കേഴ്സിനെ ഹെൽപ്പേഴ്സിനെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഒരു വർക്കർ അതിനകത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവർ കയറി വന്ന് ഇദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്തു എന്ന് ഇദ്ദേഹം ഉറക്കെ കടന്ന് ബഹളം വയ്ക്കുന്ന കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കുന്നത്. അവർ പെട്ടെന്ന് പോയി എന്താ വിഷയം ചോദിച്ചു പറഞ്ഞു, എൻ്റെ വോട്ട് ഇവക്കിടാൻ എന്താ കാര്യം, ഞാൻ കൈപ്പത്തിക്ക് വോട്ടിടാൻ വന്നതാണ്, ഇവർ അരിവാൾ ചുറ്റികയിൽ ചെയ്തു, എന്തിനാണ് എൻ്റെ വോട്ട് അവൾ ചെയ്തു, എനിക്ക് വോട്ടിടാൻ അറിയാം, എൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമല്ല, എൻ്റെ ആരോഗ്യസ്ഥിതി മോശമല്ല, ഞാൻ സ്വന്തമായി വോട്ടിടാൻ കയറി, എനിക്ക് എൻ്റെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയും സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്ത് നിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തണുപ്പിക്കാൻ ആർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എന്താണ് മാമ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് പറയണം, ഇങ്ങനെയാണ് ഞാൻ ഇന്ന ചിഹ്നത്തിൽ കൈപ്പത്തിൽ വോട്ടിടാൻ വന്ന എന്നെ കൈപ്പത്തിൽ വോട്ടിടാൻ സമ്മതിച്ചുമില്ല, എൻ്റെ വോട്ട് ഞാൻ ചെയ്തിട്ടില്ല, അവൾ ആരാണ് വന്നിവിടെ വോട്ടിടാൻ എന്ന രീതിയിൽ അത് ചോദ്യം ചെയ്യുന്ന സംസാരമായി. മാമ ആകെ ബഹളമായി. ഈ 2 മിഷൻ ഇരിക്കുന്ന ഭാഗം തടഞ്ഞു വെച്ചുകൊണ്ട് 2 കൈ കൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് വോട്ടിടണം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, അവരെന്നോട് കയർത്ത് കയറിയിട്ട് അതിനകത്ത് ഇരിക്കാനുള്ള പാസ് ഉൾപ്പെടെ ഇരിക്കുന്ന എന്നോട് കയർത്ത് കയറുകയും അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്യേണ്ടി വന്നു. അവസാനം അവിടെ സംസാരിച്ചു വന്നപ്പോൾ മാമനെ ഇവർ തണുപ്പിക്കാം. കാരണം പുള്ളിക്കാരൻ വോട്ടിടാതെ പോയില്ല എന്ന നിലപാടെടുത്താണ് നിന്നത്. അപ്പം പുള്ളി പുറത്ത് പോയില്ലെങ്കിൽ ഇവിടെ വോട്ടിംഗ് തടസ്സപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന് ഒരു ഫേക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇവർ പ്രവർത്തിച്ചു. ഇവർ ചെയ്തത് അതിനകത്ത് ടോട്ടൽ കൗണ്ട് ചെയ്യുന്ന മെഷീൻ ഓഫ് ചെയ്തുകൊണ്ട് ആ VVPAT-ഉം മറ്റു മെഷീനും ലൈറ്റ് കത്തിച്ച് വെച്ചു, അത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മാമനെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിച്ചു. മാമൻ ഏതാണ് വോട്ട് മാമൻ ചെയ്തോ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് അതിനകത്ത് മറ്റിരിക്കുന്ന 2 പാർട്ടിക്കാരൻ്റെ ആൾക്കാരും അതിന് യാതൊരു രീതിയിലൊരു ആക്ഷൻ എടുക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന് തിരക്കുക ചെയ്യുന്നില്ല. അതാണ് മറ്റൊരു എല്ലാവരും ഒരുമിച്ച് അതെന്താണ് വിഷയം തിരക്കിയിരുന്നെങ്കിൽ വ്യക്തമായി അവിടെ ഒരു നിലപാട് വരും. നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിമറിക്കുകയും ഈ മാമനെ കൊണ്ട് ഒരു ഫേക്ക് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. മാമൻ വോട്ട് ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ പുറത്തിറങ്ങിപ്പോയി. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് മാമൻ്റെ മകൻ വന്നു. ഇതറിഞ്ഞുകൊണ്ട് മകൻ വന്ന് സംസാരിച്ചപ്പോഴാണ് എൻ്റെ അച്ഛന് കണ്ണിന് യാതൊരു കാഴ്ചക്കുറവില്ല, ആരോഗ്യ പ്രശ്നമില്ല, എൻ്റെ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം വോട്ടിടാൻ വന്നതാണ്, അവരെ വോട്ട് നടന്നിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, ആ വോട്ട് എന്തായാലും അച്ഛന് ചെയ്യണം എന്ന നിലപാടിലാണ്. എന്തായാലും അദ്ദേഹം വരും എന്നാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത്. അദ്ദേഹം വന്ന് വോട്ടിടാൻ എനിക്ക് എൻ്റെ വോട്ട് ചെയ്യണം എന്ന നിലപാടിലാണ് വീട്ടിലിരിക്കുന്നത്. എന്തായാലും ഇത് ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്. കട്ടക്കോട് സെൻറ് ആൻ്റണീസ് സ്കൂളിൽ നടന്ന ഒരു വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സത്യൻ എന്ന് പറയുന്ന ഒരാൾ, ഏകദേശം 80 വയസ്സ് പ്രായമുള്ള ഒരാൾ തൻ്റെ ചെറുമകനുമായിട്ട് ഈ സ്കൂളിലെത്തുകയും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സമയത്ത്
അദ്ദേഹത്തിൻ്റെ ചെറുമകനെ മാറ്റി നിർത്തുകയും അവിടെ ഉണ്ടായിരുന്ന അംഗൻവാടി ടീച്ചർ അകത്ത് പോയിട്ട് പുള്ളിയുടെ കൂടെ പോയി അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നത്തിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജനാധിപത്യ ധ്വംസനമാണ്. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ അംഗൻവാടി ടീച്ചർക്ക് ഈ അവകാശം കൊടുത്തത്? ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഇവിടെ ഇല്ല. അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കപ്പെടരുത്. കാരണം കൂടെ വരുന്ന ഒരു ബന്ധുവിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? അപ്പോൾ ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലാണ്. ഇത് പരാജയ ഭീതി കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ഇത് തോന്നുന്നത്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷണർ ഇടപെട്ടുകൊണ്ട് ഈ പോയ വോട്ട് എങ്ങനെയാണ് ഇത് തിരിച്ചു പിടിക്കുന്നത്? അദ്ദേഹം ചെയ്യാൻ വന്ന സമ്മതിദാനാവകാശം അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചു കിട്ടണം. അത് തിരിച്ചു കിട്ടിയാൽ മാത്രമേ ആ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. ഇവിടെ ഉണ്ടായ സംഭവം ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഒരു വോട്ട് മാറി ചെയ്തു അവരുദ്ദേശം ഈ വോട്ട് സുഖമില്ലാതെ വന്ന ആൾ ചെയ്ത വോട്ടല്ല എന്ന് പറഞ്ഞാൽ തർക്കം വരുന്നത്. ആ തർക്കം വന്നത് അത് സംഭവം ശരിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു ജനാധിപത്യ വിശ്വാസം. ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവർ ആരൊക്കെയാണോ വോട്ട് ചെയ്യാൻ പറയുന്നതാണ് ആ വോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇലക്ഷൻ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തലയിൽ ശ്രമിച്ചത്. അത് നമ്മൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റേ കാര്യത്തിൽ ആ നടന്ന സംഭവത്തിൽ ആ സംഭവം ശരിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതാണ് നിയമപരമായി അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. നിയമപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല.